രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാന വിവാദത്തിൽ കടുത്ത പ്രതികരണവുമായി LDF മുൻ കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. ഒരു പാട്ട് ഇറക്കിയതുകൊണ്ട് കലങ്ങി പോകുന്നതല്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമെന്ന് അദ്ദേഹം പരിഹസിച്ചു. വിവാദമായ ഗാനത്തെക്കുറിച്ചും അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ആഞ്ഞടിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് 10 വോട്ട് കൂടുതൽ കിട്ടാൻ പലരും പല അഭ്യാസങ്ങളും നടത്താറുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് ഈ ഗാന വിവാദത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. ഗാനം താൻ നേരിട്ട് കേട്ടിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അതിലെ വരികളെക്കുറിച്ച് സാങ്കേതികമായ അഭിപ്രായം പറയുന്നില്ലെന്നും EP ജയരാജൻ വ്യക്തമാക്കി. ഇനി ഈ വിഷയത്തിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് EP-യുടെ നിലപാട്. ഗാനത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസും അന്വേഷണ ഏജൻസികളും തീരുമാനിക്കട്ടെ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവരാണ് തങ്ങളെങ്കിലും അതിന്റെ പേരിൽ മതവിശ്വാസത്തെയോ ദൈവത്തെയോ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നത് അംഗീകരിക്കാനാകില്ല. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ദൈവത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന രീതിയെ CPIM ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർലമെന്റ് വളപ്പിൽ പാരഡി ഗാനം പാടിയ UDF MPമാരെയും EP ജയരാജൻ നിശിതമായി വിമർശിച്ചു. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തേണ്ട വേദിയാണ് പാർലമെന്റ്. എന്നാൽ UDF MPമാർ അത് പാട്ട് പാടാനുള്ള കേന്ദ്രമാക്കി മാറ്റോ എന്ന് സംശയമുണ്ട്. കേരളത്തിന്റെ വികസന കാര്യങ്ങളിലോ ജനകീയ വിഷയങ്ങളിലോ ഇവർ ശബ്ദം ഉയർത്താറില്ല എന്നതാണ് വാസ്തവം. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള തരം താഴ്ന്ന രാഷ്ട്രീയമാണ് ഇവർ പയറ്റുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തെക്കുറിച്ചും EP പ്രതികരിക്കുകയുണ്ടായി. ലോക പ്രശസ്തമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ എന്നും മുൻപന്തിയിലുണ്ട്. അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികൾ സർക്കാർ വളരെ ഭംഗിയായി സംഘടിപ്പിച്ചു. ഇത് പ്രതിപക്ഷത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ വിജയത്തെ കളങ്കപ്പെടുത്താനാണ് കോൺഗ്രസ് പുതിയ തന്ത്രങ്ങളുമായി വന്നത്. ഒരു പോറ്റിയെ മുൻനിർത്തി വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ സർക്കാർ ഈ വിഷയത്തിൽ ഒളിച്ചുകളി നടത്തിയിട്ടില്ല. കോടതി അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ അത് നടപ്പിലാക്കി. നീതിപൂർവമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. സർക്കാർ ആരെയും സംരക്ഷിക്കാൻ പോയിട്ടില്ലെന്നും സത്യസന്ധമായ അന്വേഷണം ഉറപ്പാക്കിയെന്നും ജയരാജൻ പറഞ്ഞു. സർക്കാരിന്റെ സുതാര്യമായ നിലപാടിനെ വിശ്വാസികൾ പിന്തുണയ്ക്കും. വോട്ടർമാർക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതിനിടെ പോറ്റിയെ കേറ്റി എന്ന ഗാനം അയ്യപ്പ ഭക്തി ഗാനത്തെ അവഹേളിക്കുന്നു എന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല നൽകിയ പരാതി ADGPയുടെ പരിഗണനയിലാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഗാനത്തിന്റെ ഉറവിടം പരിശോധിക്കുന്നുണ്ട്. വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന വരികൾ പാട്ടിൽ ഉണ്ടോ എന്ന് ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷം മാത്രമേ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. രാഷ്ട്രീയ ലാഭത്തിനായി ഭക്തിഗാനങ്ങളെ പാരഡിയാക്കുന്നത് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ കാരണമാകുമെന്നാണ് പരാതിക്കാരന്റെ വാദം. നിയമോപദേശം ലഭിച്ചാലുടൻ FIR രജിസ്റ്റർ ചെയ്തേക്കും. കണ്ണൂർ പിണറായിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ചുള്ള പ്രചാരണങ്ങളും EP തള്ളി പറഞ്ഞു. അതൊരു ബോംബ് സ്ഫോടനമല്ല, മറിച്ച് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി കരുതിയ പടക്കം പൊട്ടിത്തെറിച്ചതാണ്. ഇതിനെ രാഷ്ട്രീയ സ്ഫോടനമായി ചിത്രീകരിച്ച് കണ്ണൂരിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. പടക്കങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അനുഭവജ്ഞാനം ഇല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് ശരിയല്ല. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ പൊതുവെ സമാധാനപരമായിരുന്നു. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ സംഘർഷങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാനൂർ പാറാട്ടെ വടിവാൾ ആക്രമണം പോലുള്ള സംഭവങ്ങളും പാർട്ടി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണം. കണ്ണൂർ എന്നാൽ ആക്രമണങ്ങളുടെ നാടാണെന്ന പഴയകാല പ്രചാരണങ്ങൾ ഇപ്പോൾ വിലപ്പോകില്ല. ജനം അതെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സമാധാനമാണ് നാടിന്റെ ആവശ്യമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അടിത്തട്ടിൽ പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുണ്ട്. സംഘടനാപരമായ പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തും. മാധ്യമങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ വസ്തുതകൾ കൂടി പരിഗണിക്കണം. ഗാനവിവാദം വഴിതിരിച്ചുവിടാൻ നടത്തുന്ന ശ്രമങ്ങൾ ജനം തിരിച്ചറിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ലെന്നും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും വരാനിരിക്കുന്ന ഫലങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ജനക്ഷേമ പദ്ധതികൾ ഓരോ വീട്ടിലും എത്തിയിട്ടുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കി വികസന ചർച്ചകളെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷ ശ്രമം. മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ല. വിശ്വാസികൾക്ക് അവരുടെ മതം ആചരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട്. അത് സംരക്ഷിക്കാൻ സർക്കാർ കൂടെ നിൽക്കുമെന്നും EP ജയരാജൻ വ്യക്തമാക്കി. അവസാനമായി വിവാദങ്ങളെക്കാൾ പ്രധാനം ജനങ്ങളുടെ ജീവിതമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാരഡി പാട്ടുകൾക്കും സൈബർ ആക്രമണങ്ങൾക്കും അപ്പുറം ജനകീയ വിഷയങ്ങളിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ് വേണ്ടത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.